വരും ലോകത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് മീഡിയം അക്രിലിക്കാണ്. അക്രിലിക് എന്ന് പറഞ്ഞാൽ ഇതാണ് അക്രിലിക് പെയിൻറ്റിൻ്റെ ട്യൂബെല്ലാം കിട്ടുന്ന ഫോമാണത്. അക്രിലിക് തന്നെ കുപ്പിയിൽ കിട്ടും, ഫേബ്രിക് പെയിൻ്റായിട്ട് ഉപയോഗിക്കുന്ന കുപ്പിയിൽ കിട്ടും. അത് ഹോബി ആർട്ടിനുള്ളതാണ്. സീരിയസ് ആർട്ടിനുള്ളത് ട്യൂബിൽ കിട്ടുന്ന പെയിൻ്റാണ് അക്രിലിക്. അക്രിലിക്കിൻ്റെ പ്രത്യേകത ഓയിൽ പെയിൻറ്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ പാലറ്റിൽ ഇത് കണ്ട പാലറ്റിൽ എല്ലാ കളേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കളേഴ്സ് എടുത്തിട്ട കളേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും. 3 മിനിറ്റ് കൊണ്ട് ആ പെയിൻറ്റ് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് പെയിൻറ്റ് മാത്രമേ പാലറ്റിൽ കുടഞ്ഞിടാൻ പാടുള്ളൂ, സ്ക്യൂസ് ചെയ്തിടാൻ പാടുള്ളൂ. അതേസമയം ഓയിൽ പെയിൻ്റ് ആണെന്നുള്ള വ്യത്യാസം വെച്ചാൽ 3 ദിവസം വേണ്ടി വരും ഒരു പെയിൻറ്റിങ് വരച്ച് തീർക്കാൻ. ഓയിലാണെന്നാണെങ്കിൽ 3 മിനിറ്റ് മതി. ഇതിപ്പോൾ ചെയ്യുന്നത് ഞാൻ ക്യാൻവസിൻ്റെ ഒരു പീസിലാണ്. ഇതാണ് ക്യാൻവസ്. ആ ഒരു പീസിൽ ഞാനൊരു ബ്ലാക്ക് അടിച്ചിരിക്കുകയാണ്, ഫുൾ ബ്ലാക്ക് അടിച്ചിട്ട് അതിൽ ഞാൻ പൂക്കളുടെ ഫ്ലവർ വേസ് വരയ്ക്കുകയാണ്. അപ്പോൾ ബ്ലാക്കിൽ ഫ്ലവർ വേസ് വരച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ഭംഗിയുണ്ടാകും, നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന് തെളിവാണ് ഞാനിപ്പോൾ ബ്ലാക്കിൽ വരയ്ക്കാൻ പോകുന്ന പൂക്കളുടെ ഒരു കൂട്ടം. ഞാൻ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് സ്കെച്ച് ഇട്ടിട്ട് ഞാൻ ഒരു മഞ്ഞ കളർ അടിക്കുകയാണ്. പൂവിൻ്റെ പെറ്റൽസ് വരയ്ക്കുകയാണ് മഞ്ഞ കളർ. വളരെ പെട്ടെന്ന് നമുക്കിത് കളർ മിക്സിങ് അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓയിൽ കളറാണെന്നുണ്ടെങ്കിൽ ഒരു കളർ അടിച്ചിട്ട് അടുത്ത കളർ അടിക്കണമെന്നുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും വേണം മിനിമം ആ പെയിൻറ്റ് ഒന്ന് ഉണങ്ങി വരാനായിട്ട്. ഇത് വേണ്ട, ഇത് 3 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തന്നെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കഴുകേണ്ട വെള്ളത്തിലാണ്. സാധാരണ ഓയിൽ പെയിൻ്റ് ആണെങ്കിൽ മണ്ണെണ്ണ, ടെർപെൻറ്റൈൻ അതൊക്കെ വേണ്ട. അതൊന്നും വേണ്ട, വെറുതെ പ്ലെയിൻ വാട്ടർ മതി. എന്നിട്ട് ഒരു പീസ് ക്ലോത്ത് നമ്മുടെ എപ്പോഴും വേണം. പിന്നെ ഇത് കയ്യിൽ നിന്ന് ആയത് പെട്ടെന്ന് പോകില്ല. അതുകൊണ്ട് ഡ്രസ്സുമിലൊക്കെ ആവാതെ നോക്കണം. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇത് ബ്ലാക്കിൽ അടിച്ച് കാണിക്കാൻ കാരണം ബ്ലാക്കിൽ അടിച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ബ്ലാക്കിൽ അടിക്കുന്നത്. ഇത് തന്നെ ഈ ക്യാൻവസ് തന്നെ പ്ലെയിൻ ക്യാൻവസിനകത്ത് ലാൻഡ്സ്കേപ്പ് ചേർക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, ഇത്ര പെട്ടെന്ന് എങ്ങനെ ലാൻഡ്സ്കേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത്ര ക്വിക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അക്രിലിക് എന്നാണ് എൻ്റെ പറഞ്ഞ പേര്. അക്രിലിക് ട്യൂബിൽ വാങ്ങുന്നത്, കുപ്പിയിൽ വാങ്ങുന്നതല്ല. കടയിൽ ചെല്ലുമ്പോൾ കടക്കാരികൾക്ക് നമുക്ക് കുപ്പിയിലുള്ളത് തരും. ഇതിനകത്ത് ഭയങ്കര ലൂസാണ്, ഇതുപോലെ നമുക്കൊരു പിടുത്തം കിട്ടില്ല. അത് ചെയ്യരുത്, അത് വാങ്ങരുത്. ഇതാണ് വാങ്ങേണ്ടത്. കുപ്പിയല്ല, ട്യൂബിൽ കിട്ടുന്ന അക്രിലിക് ട്യൂബ്സ്. ഇപ്പോൾ രണ്ടാമത്തെ പൂക്കളായി ഞാൻ വരയ്ക്കുന്നത്. രണ്ടാമത്തെ പൂക്കൾ കഴിഞ്ഞ് മൂന്നാമത്തെ പൂക്കളായി. ഈ പൂക്കൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം വരച്ച പൂക്കൾ ഇപ്പോൾ നടുപ്പ് വരയ്ക്കാൻ പോകുന്ന പൂക്കൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പൂവാണ്. അതുകൊണ്ട് നോക്കിക്കോ, എല്ലാ പെറ്റൽസും നമ്മുടെ നേരെ ആയിരിക്കും. ഇനി ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് വ്യത്യാസമുണ്ട്. അത് ഈ പൂ ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഭാഗത്തുള്ള പെറ്റൽസിന് നല്ല ലെങ്ത് ഉണ്ടാവണം. ഇവിടെ വരുമ്പോൾ ലെങ്ത് കുറഞ്ഞു വരണം. അപ്പോൾ പൂ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും, കണ്ടോ? അതുപോലെ തന്നെ ഇപ്പുറത്ത് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തുള്ള പെറ്റൽസ് നല്ല ലെങ്ത് ഉണ്ടാവണം. അടുത്തോട്ട് ചിലത് അങ്ങോട്ട് ചരിയും തോറും അതിൻ്റെ ലെങ്ത് കുറച്ചുകൊണ്ടിരിക്കണം. ഇത് പല കളേഴ്സ് മാറി നമുക്ക് ഉപയോഗിച്ച് ചേർത്ത് പോവാം. ഒരു പൂക്കളുടെ മാത്രമുള്ള ചെറിയൊരു കൂട്ടം ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇലകൾ കൊടുക്കാം. ആ ഇലകൾക്ക് ഞാൻ ആദ്യം ഒരു അൾട്രാമറൈൻ ബ്ലൂ കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് ലെമൺ യെല്ലോ കൊടുക്കാം. ചെറിയ കുറച്ച് പൂക്കളുടെ ഈ കടലപ്പൂ പോലത്തെ പൂക്കൾ കുറച്ച് കൊടുക്കാം. അതിന് ഞാൻ ഗ്രീൻ കൊണ്ട് ചെറിയ സ്ട്രോക്ക് കൊടുത്തിട്ട് വെള്ളയും ബ്ലൂവും കൂടെ പൂക്കൾ മാറി വൈറ്റ് ഉണ്ട്, അൾട്രാമറൈൻ ബ്ലൂ ഉണ്ട്, ലെമൺ യെല്ലോ ഉണ്ട്. സ്പോട്ടുകൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് വരയ്ക്കാം. ഈ ചെയ്യുന്ന ബ്രഷിൻ്റെ പേര് ഹോഗ് ഹെയർ ബ്രഷ് എന്നാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്ത സേബിൾ ഹെയർ ബ്രഷ് അല്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഹോഗ് ഹെയർ ബ്രഷ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ബേസിന് ഞാനിങ്ങനെ ബേൺഡ് അംബർ കളർ കൊടുത്തേക്കാണ്. ഈ ബ്രഷ് നല്ല റഫാണ്. ഹോഗ് ഹെയർ വെച്ചിട്ട് ചെയ്യാനത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി പൂക്കളുടെയൊക്കെ നടുക്ക് ചെറിയ സ്പോട്ട് കൊടുക്കുക. നമ്മുടെ മനോഹരം പോലെ വേണ്ട സ്പോട്ടുകളൊക്കെ കൊടുക്കുക. ചിത്രം ഇവിടെ പൂർത്തിയായി.
ഇതാണ് അക്രിലിക് കൊണ്ട് ചെയ്യാവുന്ന വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു പൂപാത്രമാണ്. വളരെ ക്വിക്കായിട്ട് ചെയ്യാവുന്ന പൂപാത്രം. ഇന്ന് വർണ്ണലോകത്തിൽ ശ്രീ മൊപ്പസാങ് വാലത്ത് നമുക്കായി ഒരുക്കുന്നത് പൂക്കളുടെ ലോകം തന്നെയാണ്. പൂക്കൾ വരയ്ക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? വരൂ, വർണ്ണലോകത്തേക്ക് പോകാം.